സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളിന്ന് വീണ്ടും ഡ്രൈവായിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ഗൈസ്. നമ്മുടെ വണ്ടി കണ്ട, ഇത് നമ്മുടെ ടെർബോസ്നയിലാട്ടാ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്. ഈ വണ്ടി നമ്മൾ ഇതായിട്ടാണ് ഇന്ന് ഡ്രൈവ് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല ഗൈസ്, നമ്മളിന്ന് ഡ്രൈവ് പോകുന്നത് നവാൻ വൈറ്റിയുടെ കൂടെ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം കയറി റൂമിട്ട് നിൽക്കുന്നതാണ്. നവാൻ ബ്രോ ഇപ്പോൾ വന്നോളും. അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് പബ്ലിക് റിയാക്ഷൻ ഇറക്കി എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയാം. നല്ല റിയാക്ഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് സെറ്റാക്കാം ഗൈസ്. നോക്കട്ടെ എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മുടെ നവാൻ വൈറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാപ്പി കാണിച്ചു തരാം ഗൈസ്. മച്ചാനിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ ഇവിടെ കാർ പാർക്കിങ്ങും പോട്ടെ ഗൈസ്. കാർ വാഷിൻ്റെ ഇവിടെ നിൽപ്പുണ്ടെന്ന് ഞാൻ പറയാം. അങ്ങോട്ട് മെസ്സേജ് ഇടുന്നുണ്ട് ഗൈസ്. അത് CW വരാൻ പറയുന്നുണ്ട് ഞാൻ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ നവംബർ അവിടെ എത്തിയിട്ടുണ്ട്. നവംബർ വന്നെയാണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാറിലാണ് ഗൈസ്. നമ്മുടെ അല്ല, നവംബറോടെ ഐഡൻറ്റിറ്റി കാറിൽ. എന്തായാലും ഗൈസ് ഡ്രൈവിന് പോകുമ്പം വണ്ടി എന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബ്രോയിൻ്റെയും ഏകദേശം ഒരേ കളർ തീമിലുള്ള കാറാണ് ഗൈസ്. എന്തായാലും സെറ്റായി. പിന്നെ നമ്മളെന്തായാലും ഇവിടെ ബിഗ് ഫാൻ ബ്രോ എന്ന് പറയുന്നുണ്ട് ഗൈസ്. കാര്യം വേറെ ഒന്നുമില്ല ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമിലാണ് നവംബറോടെ കൂടെ ഇപ്പോൾ റൂമൊക്കെ കളിക്കുന്നത്. ഞാൻ ലൈവിൽ പോലും ഞാൻ കയറിയിട്ടില്ല ഗൈസ് നവംബറോടെ കൂടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മീറ്റ് തന്നെ ഡ്രൈവാണ് ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്കെന്തായാലും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. അതിന് മുമ്പ് ഗൈസ് ഈ കാറ് ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. സെറ്റായിട്ടുണ്ട്. കളറൊക്കെ കണ്ട ഗൈസ്, നൈസായിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ബേക്കൊക്കെ നോക്കാം. ബേക്കിലൊക്കെ ഒരു കാർബൺ ഫൈബറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നവാൻ യൂട്യൂബിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഒറിജിനൽ നവാൻ വൈറ്റിയാണ് ഗൈസ്. അതിനിപ്പോൾ ആർക്കും അതിന് സംശയമൊന്നും വേണ്ട. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ട് ഒരു വീഡിയോ എടുക്കണം, റീലെടുക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഗൈസ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും UA ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. കാരണം നമ്മൾ UA ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കളിക്കാറ്. ഇന്നങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പം സീനാവും. കാരണം ടൈപ്പ് ചെയ്യുന്ന അതടക്കം പോലും കാണൂല ഗൈസ്. അതുകൊണ്ട് നമുക്ക് UA ഹൈഡ് ചെയ്യാതെ കളിക്കാം ഗൈസ്. നവംബറോ ഇവിടെ ഒടുക്കത്തെ ഡ്രിഫ്റ്റാന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ എല്ലാ വീഡിയോയിലും കാണും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ. ഇന്ന് നമ്മുടെ നവംബറോയുടെ കൂടെ ഇറങ്ങിയപ്പോഴും നവംബറോയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഡ്രിഫ്റ്റർ. നവംബറോ ഡ്രിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ടയർ മാറ്റാൻ പോയതാണ് ഗൈസ്. ടയർ മാറ്റാൻ പോയതല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാനത് റെക്കോർഡാവുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. എനിക്ക് എപ്പോഴുള്ള പ്രശ്നം ഗൈസ്, വീഡിയോ ഒക്കെ ഫുൾ എടുക്കും. ലാസ്റ്റ് വീഡിയോ ഓഫാക്കാൻ നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡാക്കിയിട്ടുണ്ടാവില്ല. ആ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അതൊക്കെ അനുഭവിച്ചറിയണം, എന്നാലും മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും ഗൈസ് ഇവിടെ നമ്മുടെ എയർപോർട്ടിന് സൈഡിൽ കൂടെ പോയിട്ട് അവിടെ ഒരു സ്ഥലമില്ല ഗൈസ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, സ്ഥലത്തിന് പേരൊക്കെ ഉണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നവംബറോ ബേക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കെന്തായാലും ബേക്കിൽ വരുന്നുണ്ടോയെന്ന് നോക്കാം ഗൈസ്. ബേക്കിൽ പറപ്പിച്ച് വരുന്നുണ്ട്. കയറിപ്പോയി ഗൈസ്. നമ്മളെന്തായാലും നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് പിടിക്കാൻ നോക്കിയാൽ കിട്ടൂല. രണ്ട് ഒന്നാമത് സ്റ്റോക്കാണ് ഗൈസ്. നവംബറോനെ കാണാൻ പോലും ഇല്ലില്ല ഗൈസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ് ഒരു വില്ലയിലേക്കാണ്. അപ്പോൾ എന്തോ വില്ല ഉണ്ടായിരുന്നു ഗൈസ്. ആ വില്ലയുടെ പേര് കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ് ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നില്ല ഗൈസ്. കാരണം ടൈമൊന്നും കളയുന്നില്ല. ഒന്നാമത് എനിക്ക് ചാർജ് കുറവ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. നവംബറോ എന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹോൺ അടിച്ചിട്ട് നേരെ കയറി പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ എൻ്റെ വണ്ടി ഓഫായി പോകുന്നുണ്ട് ഗൈസ്. വണ്ടി ഓഫായി പോയപ്പോൾ തന്നെ നമ്മുടെ നവംബറോ അതാ കയറിപ്പോയി. ഇതൊക്കെ എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിലാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കിട്ട് ഇരുന്നിട്ട് ഇടിക്കും ഗൈസ്. നവംബറോടെ വണ്ടിയുടെ സൈലൻസർ നോക്കിയാൽ തീ വരുന്ന നോക്കിയേ. സീൻ നമുക്കതും കൂടെ ചെയ്യണം ഗൈസ്. ആ ഫയർ വരുന്ന സംഭവം ഒന്ന് സെറ്റാക്കണം. എക്സോസ്റ്റ് എന്തായാലും ചേഞ്ച് ആക്കുന്നില്ല. നമുക്ക് ആ ഫയർ ഒന്ന് സെറ്റാക്കണം ഗൈസ്. എന്തായാലും നമുക്ക് വരുന്ന വീഡിയോയിൽ അത് വീഡിയോയിലൊന്നും ഇടുന്നില്ല ഗൈസ്. അത് നമ്മൾ എപ്പോഴേലൊക്കെ പോയി സെറ്റാക്കും. അത് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒന്നുമില്ല. സോ ഗൈസ്, നമ്മുടെ വഴി എങ്ങോട്ടാണ് ഗൈസ്? എനിക്ക് തോന്നുന്നത് റൈറ്റിലേക്കാന്ന് തോന്നുന്നു. അതെ ഗൈസ്, ഇങ്ങോട്ട് തന്നെ എവിടെ എങ്ങാനുമാണ് നമ്മുടെ സ്ഥലമുള്ളത്. സോ ഈ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് ഗൈസ്. ഈ സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്താൻ പോകുന്നത്. ഇനി ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു തംബ്നെയിൽ എടുക്കണം, പിന്നെ റീൽ എടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞിട്ട് കാണാൻ. സോ ഗൈസ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നവാൻ വൈറ്റിയുടെ കാർ എടുത്ത് ഗൈസ്. നവാൻ വൈറ്റിയാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്ത് കറക്കി കളിക്കുന്നുണ്ട്. സോ ഗൈസ്, നവംബറോ അങ്ങ് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ M5 ഓടിയിട്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കുമായിരുന്നു ഗൈസ്. ആ സമയം കൊണ്ട് നവംബറോ അങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. ഈ വീടിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും എൻ്റെ അകത്തോട്ട് കയറി പാർക്ക് ചെയ്തിടാം. സോ ഗൈസ്, നമ്മൾ രണ്ടുപേരോട് പാർക്ക് ആക്കിയിട്ടുണ്ട്. നവംബറോ ആണെങ്കിൽ ആ വണ്ടിയുടെ അകത്തിരുന്നിട്ട് സൈലൻസർ ഇട്ട് പൊട്ടിക്കുകയെന്ന് തോന്നുന്നു ഗൈസ്. സൗണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതായത് ഞാൻ സൗണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഗൈസ് അതിൻ്റെ എഞ്ചിനൊന്നും മാറ്റിയിട്ടില്ല. സ്റ്റോക്ക് എഞ്ചിനിൽ തന്നെ വെച്ചേക്കും. അത് അതിൻ്റെ സ്റ്റോക്ക് എഞ്ചിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് നൈസാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വേറെ എഞ്ചിനൊന്നും വെക്കാതെ ഈ സ്റ്റോക്ക് എഞ്ചിനിൽ ഓടുന്നത്. സ്റ്റോക്ക് എഞ്ചിനിൻ്റെ സൗണ്ടൊക്കെ പൊളിയാണ് ഗൈസ്. നമുക്ക് ഇനി ഫയറും കൂടെ ചെയ്യണം അതിനകത്ത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നവംബറോയുടെ M5 ഗൈസ്.
ഇതവിടെ പോയി ഗൈസ്? അത് കാണാതെ പോയി, ബേക്കടിച്ച് പോയോ ഗൈസ്? ഇല്ല, ബേക്കടിച്ച് പോയിട്ടില്ല ഗൈസ്. മാപ്പിലുണ്ട്, ഈ സൈഡിൽ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. എൻ്റെ കാറിൻ്റെ അകത്തായിരുന്നു ഇരിക്കുന്നത്, പിന്നെ അതെങ്ങനെ പെട്ടെന്ന് ഈ കാറും കൊണ്ട് അവിടെ എത്തുന്നത്? എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും എനിക്ക് മനസ്സിലായില്ല. നവംബർ ഇവിടെ ഒന്നും കൂടെ വീട്ടിലോട്ട് കയറ്റിയിടുന്നുണ്ട് വണ്ടി ഗൈസ്. മെല്ലെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇങ്ങനെ മെല്ലെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഗൈസ് വീഡിയോ എടുക്കാനൊക്കെ നൈസാണ്. അല്ലാതെ സ്പീഡിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് അലമ്പാവും. എന്തായാലും നൈസായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഗൈസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 100 നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഗൈസ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇപ്പോൾ ഇവിടെ നവംബർ ആണെങ്കിൽ 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഗൈസ്. നമ്മളെ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇത്രയും തന്നെ ഉള്ളൂ. ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇടാലോ എന്ന് ഓർത്തെടുത്ത് ഗൈസ്. ശരിക്കും നമ്മൾ റീൽ എടുക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആ റീൽ കാണണമെന്നുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി ഗൈസ്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, നമ്മുടെ M5 കൂടെ എടുത്തിട്ട് വരുമായിരുന്നെങ്കിൽ 2 M5 വരാനേ. എന്തായാലും സീനില്ല, റീലൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ ഗൈസ് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. സോ ഗൈസ്, നവംബർ ഇവിടുന്ന് വണ്ടി കുറച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്, അതായത് ആ വഴിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ നോക്കുവാണെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല ഗൈസ്. റീലെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ യൂട്യൂബിലിടുന്ന ഗൈസ് ഇത്രയും മതിയായിരിക്കും ഗൈസ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഗൈസ് നമുക്ക് സിറ്റിയിലോട്ടും കൂടെ ഒന്ന് പോകുന്ന ഒരു ഇതെടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാം. സോ ഗൈസ്, നവംബർ അങ്ങ് പോയിട്ടുണ്ട്, ഞാൻ കണ്ടുപോലും ഇല്ല. M5 എടുത്തിട്ട് പറപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു. അല്ല, നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പോകാം ഗൈസ്. ഈ വണ്ടി ഞാൻ ഫുള്ള് ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വണ്ടി താത്തിയിടാവും അത്രയും താത്തിയിട്ടേക്കും ഗൈസ്. അതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ പോകുന്ന ഭയങ്കര സീനാണ്. ഇത് കണ്ട, ഇത് തെറിക്കുന്ന കണ്ട വണ്ടി നിലത്തടിച്ചിട്ട്. വണ്ടി ഭയങ്കര സീനായ ഗൈസ് ഇതിലെ ഓടിക്കാൻ. നമുക്ക് അത്യാവശ്യം നല്ല ഇതിലെ ഓടിച്ചുകൊണ്ട് പോവാം. നവംബറിനെ കാണുന്ന പോലും ഇല്ല ഗൈസ്, അങ്ങ് എത്തിയെന്ന് തോന്നുന്നു. ഞാനെന്തായാലും മെല്ലെ പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ കേട്ട ഗൈസ്, നല്ല രസമില്ലേ? ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ട് വണ്ടി ഓടിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ കണ്ട പറമ്പിൽ കൂടെയൊക്കെ കയറി കേട്ടോ പോകുന്നത്, ഒന്നും കാര്യമൊക്കെ കണ്ട. ഈ വണ്ടി ഈ റോട്ടിൽ കൂടെ ഓടിക്കാനേ പറ്റുന്നില്ല ഗൈസ്, അടിയൊക്കെ തട്ടി ഒരു മാതിരി പരുവായി. നമ്മളിങ്ങനെ മെല്ലെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും അവിടെ എത്തൂല ഗൈസ്. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. കാരണം ഇങ്ങനെ പോകുന്ന വീഡിയോ ഇട്ടിട്ട് തന്നെ ഗൈസ് കാര്യം. നവംബർ അങ്ങ് സിറ്റിയിലെങ്ങാനും എത്തിയെന്ന് തോന്നുന്നു ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം ഇനി. സോ ഗൈസ്, നവംബർ അവിടെ നിൽപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വണ്ടി നിർത്തിയിട്ട പോലെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. നമ്മൾ മെല്ലെ ആടി തൂങ്ങി ഗൈസ്, ഇപ്പോഴാണ് വരുന്നത്. നവംബർ അവിടെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കലാണോ എന്തെങ്കിലും? ഫോട്ടോ എടുക്കലാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാം, 2 ഫോട്ടോ നമുക്കും കൂടെ എടുക്കാം ഗൈസ്. സോ ഗൈസ്, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. ഇനിയിപ്പോൾ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അടുത്ത ഡ്രൈവായിട്ട് കാണാം. ബൈ.